നിങ്ങൾ മണി മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലേ? ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടായിരിക്കാം ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് നടക്കാത്തതെന്ന് നോക്കാം. ഞാൻ എന്റെ ലൈഫിൽ മണി മാനിഫെസ്റ്റേഷൻ ടൂൾസ് യൂസ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപ ആകർഷിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് മാജിക് ചെക്കിലൂടെ 10 ലാക്ക് റുപ്പീസും അതുപോലെ തന്നെ മാജിക് എൻവലപ്പിലൂടെ 1.5 ലാക്കും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും അഫോമേഷൻസ് ആയാലും അതുവഴി എല്ലാം എനിക്ക് മണി മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം നിങ്ങളും ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് മണി അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളെല്ലാവരും പറയുന്നത് എന്താ? എനിക്ക് കുറച്ച് മണി വേണം, കുറേ മണി വേണം. ചില ആൾക്കാർക്ക് പൈസ, എനിക്ക് ഇന്ന ദിവസം ഇത്ര പൈസ കിട്ടുന്നു എന്നുള്ള ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് കുറച്ച് പൈസ വേണം, എനിക്ക് കുറേ പൈസ ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു, അഫർമേഷൻ പറയുന്നു. പക്ഷെ ഒന്നും നടക്കുകയില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിന് ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, എപ്പോഴാണ് വേണ്ടത്, ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾ നിങ്ങളുടെ ബ്രെയിന് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 50,000 രൂപ വേണം എന്നല്ല, നിങ്ങൾക്ക് 50,000 രൂപ 30 ഡേയ്സിനുള്ളിൽ വേണം. ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, ട്രസ്റ്റാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്, ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അത് വേണമെന്ന് ആഗ്രഹിക്കണം. അതിനൊരു ടൈം ലിമിറ്റും കൊടുക്കണം. എത്ര ദിവസത്തിനുള്ളിൽ, എത്ര മാസത്തിനുള്ളിൽ, ഇന്ന ദിവസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ബ്രെയിന് വേഗമായിട്ടുള്ള കമാൻഡ് എടുക്കത്തില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾ ആ ബ്രെയിന് ട്രസ്റ്റോട് കൂടി ഒരു കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ അതെടുക്കും. ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്തായിരിക്കും? ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ ഇതങ്ങ് നടക്കും? ഇല്ല. നമ്മളൊരു ടൈമും എമൗണ്ടും എല്ലാം ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അത് ആക്ടിവേറ്റ് ആകും, അത് ഓൺ ആകും. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും ഐഡിയാസും ഓപ്പർച്യൂണിറ്റീസും എല്ലാം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കോ അല്ലെങ്കിൽ ഈവൻ ജേർണലിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ ജേർണലിങ്ങിന്റെ ബുക്ക് ഉണ്ടാകത്തില്ല. ആ ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതണം, എനിക്ക് ഇത്ര രൂപ. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു എമൗണ്ട്, അല്ലാതെ 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ, അങ്ങനെയല്ല. നമ്മളുടെ മനസ്സിന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എത്ര രൂപ എമൗണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. നാച്ചുറലി, ഈസിലി എനിക്ക് ലഭിക്കുന്നു എന്നുള്ളത് എഴുതി വെക്കുക. താങ്ക് യു യൂണിവേഴ്സ് എഴുതി വെച്ചിട്ട് നമ്മൾ അതിനെ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുമായി അനുകൂലമായിട്ടുള്ള ആൾക്കാരെയും ഓപ്പർച്യൂണിറ്റീസും എല്ലാം നമ്മുടെ മുന്നിൽ തന്നെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ജേർണലിംഗ് ചെയ്ത സമയത്ത് മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും നമ്മൾ എപ്പോഴാണോ ചെയ്യുന്നത്, മോർണിംഗും ഈവനിങ്ങും വായിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അത് വായിക്കുമ്പോൾ അത് നമുക്കത് ലഭിച്ചു കഴിയുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ഒരു ടെൻഷനില്ല. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ, ആ ടെൻഷനോട് കൂടി അത് വായിക്കരുത്. ആ ടെൻഷൻ അല്ല നമുക്ക് അവിടെ വേണ്ടത്. നമുക്ക് വേണ്ടത് അത് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ കിട്ടി. നമ്മൾ എന്തോ ആവശ്യത്തിനാണോ അത് എടുക്കാൻ ഉദ്ദേശിച്ചത്, അത് കിട്ടി. ആ കിട്ടിയ രീതിയിൽ നിങ്ങൾ ആ ഒരു ഇമോഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. ആ ഇമോഷൻ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ആ ഒരു ടൈം ലിമിറ്റിൽ തന്നെ അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? ക്ലാരിറ്റി. ബ്രെയിനും ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി ആണ് നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്ത് തരുന്നത്. ക്ലാരിറ്റി ആണ് നിങ്ങൾക്ക് എല്ലാം തരുന്നത്. സോ ആ ഒരു ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ബ്രെയിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മാജിക് ചെക്ക് ആയിക്കോട്ടെ, അഫർമേഷൻ ആയിക്കോട്ടെ, ജേർണലിംഗ് ആയിക്കോട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.